ഹായ് ഗേയ്സ്, നമ്മളിന്ന് പോകുന്നത് എറണാകുളം ജില്ലയിലെ കണ്ടിരിക്കേണ്ടതായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. പാണിയേരിപ്പോരിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ആദ്യം തന്നെ കയറിപ്പോയത് നമ്മളൊരു പാർക്കിംഗ് ഏരിയയിലേക്കായിരുന്നു കേട്ടോ. വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയ ആയിരുന്നു. അതിനുശേഷം നമ്മൾ എൻട്രൻസിലേക്ക് പോയി ടിക്കറ്റൊക്കെ എടുത്ത ശേഷമാണ് കേട്ടോ നമ്മൾ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. ടിക്കറ്റിന് വലിയ ആൾക്കാർക്ക് വരുന്നത് 65 രൂപയും ചെറിയ കുട്ടികൾക്ക് 25 രൂപയാണ് കേട്ടോ ടിക്കറ്റിന് വരുന്നത്. അതിന് ഓൺലൈൻ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ റേഞ്ച് കുറവായിരിക്കും. അപ്പോൾ വൈഫൈ ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അവിടുത്തെ തന്നെ. നമുക്ക് ഇവിടെ നിന്ന് ഇനി ഉള്ളിലേക്ക് ഒരു 1-1.5 കിലോമീറ്റർ ആയിട്ട് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത് തന്നെ കഫേ ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഞായറാഴ്ച ദിവസം പോയതുകൊണ്ട് തന്നെ അന്ന് മഴയൊന്നും ഉണ്ടായില്ല കേട്ടോ. നല്ല വെയിലും ഇല്ല മഴയില്ലാത്ത കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു കേട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാനായിട്ട്. നമുക്ക് അപ്പുറ സൈഡ് ഇപ്പുറത്തെ സൈഡൊക്കെ കമ്പിവേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ആനകൾ പാസ് ചെയ്യുന്നൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല സുരക്ഷിതത്തോടു കൂടി തന്നെയാട്ടോ ചെയ്തിരിക്കുന്നത്. വലിയ വലിയ മരങ്ങളായിരുന്നു കേട്ടോ പോണ വഴിയിലൊക്കെ ഉണ്ടായിരുന്നത്. മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അത്. മലയാറ്റൂരിൽ 13 കിലോമീറ്റർ മാത്രമാണ് കേട്ടോ ദൂരം വരുന്നത്. വേങ്ങൂർ എന്ന സ്ഥലത്താണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫാമിലി ആയിട്ടാണ് കേട്ടോ കൂടുതലായിട്ടും കണ്ടത് ഞങ്ങളവിടെ. നമുക്ക് ഇനിയും പെരിയാറിൻ്റെ തീരത്തേക്ക് പോകാനായിട്ട് നമുക്ക് ഇനിയും കുറച്ചുകൂടി നടക്കാനുണ്ട് കേട്ടോ. പെരിയാറിൻ്റെ തീരത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഗേസ്. അപ്പോൾ പെരിയാറിൻ്റെ തീരത്ത് കൂടെ നടന്നു പോകുമ്പോഴുള്ള ആ കാറ്റും തണുപ്പും അതേപോലെ തന്നെ ഈ വെള്ളം ചാടുന്നതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ആസ്വദിച്ച് തന്നെ അറിയണം കേട്ടോ. ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് കണ്ടിട്ട് പോണേ. അടിപൊളി വൈബാണ് കേട്ടോ കാണാൻ. ഈ സൈഡൊക്കെ കെട്ടിട്ടിട്ടുണ്ട് കേട്ടോ, കാരണം വെള്ളം കൂടുതലാണ്, അതുകൊണ്ട് കെട്ടിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ അവിടെ ഒരു വലിയ പാറക്കെട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേലെയൊക്കെ കയറി നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ നമ്മൾ ഇവിടുന്ന് കുട്ടികളെ കൊണ്ടുപോവുകയാണെങ്കിൽ സൂക്ഷിച്ച് തന്നെ പോകണം. നമുക്ക് ഈ പാറക്കെട്ടുകൾ, കുഞ്ഞു കുഞ്ഞു പാറക്കെട്ടുകൾ, കുഞ്ഞു പാറക്കെട്ടുകളാണ്. അതുകൂടാതെ മഴയൊക്കെ വന്നു പോയ ഒരു ടൈമാണെങ്കിൽ തെന്നി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കുട്ടികളെയൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് തന്നെ നമ്മൾ കൊണ്ടുപോകണം. ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ വെള്ളച്ചാട്ടം കാണാൻ പോകാനായിട്ടുള്ള വഴി ഇതാണ് കേട്ടോ. ഇതിലിപ്പോൾ നമുക്കൊരു 3 പേര് 4 പേർക്കൊക്കെ ആയിട്ട് മാത്രമേ അങ്ങോട്ട് കിടക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ വെള്ളച്ചാട്ടം ഈ പാണിയേരിപ്പോര് എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലവുമാണ്. അതുപോലെ തന്നെ അപകടം പിടിച്ചൊരു സ്ഥലവുമാണ് കേട്ടോ. കാരണം അപകടം പിടിച്ച സ്ഥലം എന്ന് പറയുമ്പോൾ ഈ വെള്ളമൊക്കെ ആദ്യം കുത്തിയൊലിച്ച് വരുന്ന സമയത്ത് ഓരോ സ്ഥലത്തിലും ഈ പാറക്കെട്ട് ഇങ്ങനെ ഓട്ടയായി കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഓട്ടയിൽ പെട്ട് ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ 95 പേര് മരിച്ചു പോയൊരു സ്ഥലവും കൂടിയാണ് കേട്ടോ. ആന ഇറങ്ങുന്ന സമയത്ത് സെക്യൂരിറ്റി ജീവനക്കാരും ഗൈഡുകളൊക്കെ ഈ ഇല്ലിക്കാട്ടിലാണ് കേട്ടോ ഒളിഞ്ഞു നിൽക്കുന്നത്. അവരുടെ ഒരു ഒളിത്താവളം കൂടിയാണ് കേട്ടോ. ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയിൽ. അവിടെയും 2-3 പേരൊക്കെ ഇറങ്ങി നിൽക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഏർമാടമൊക്കെ ഉണ്ട് കേട്ടോ. ഏർമാടത്തിൽ ഇപ്പോൾ കയറാനായിട്ട് പറ്റില്ല, അതൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ പാണിയേരിപ്പോര് കാണണമെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് കിടന്നാണ് പോകേണ്ടത് കേട്ടോ. ഇവിടെ വേനൽക്കാലം ആകുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാലം ഇടും, അതിൽ കൂടെ കിടന്നാണ് അപ്പുറത്തേക്ക് പോണത്. ഇപ്പം നല്ലോണം വെള്ളം കുത്തി ഒലിച്ച് വരുന്നത് കൊണ്ട് തന്നെ അപ്പുറ സൈഡിലേക്കൊന്നും പോകാനായിട്ട് പറ്റില്ല കേട്ടോ. വ്യൂ ഒക്കെ കണ്ട് ആസ്വദിക്കണമെങ്കിൽ നേരിട്ട് തന്നെ വന്ന് ആസ്വദിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ ഞങ്ങളൊന്നും വെള്ളത്തിൽ ഇറങ്ങിയില്ല കേട്ടോ കേസ്. ഈ ഏർമാടത്തിൽ കയറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ വ്യൂ കിട്ടും. പക്ഷെ അതൊക്കെ ക്ലോസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ കയറാനായിട്ടൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ കുറേ പേര് ഇറങ്ങി കുളിക്കുന്നുണ്ട്, ചെറിയ കുട്ടികളിലൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. കാണാൻ അടിപൊളിയാണ്. അടുത്തുള്ളവരാണെങ്കിൽ നേരിട്ട് തന്നെ വന്ന് കാണാം. ഈ പാണിയേലി പോര് നടക്കുന്നത് അപ്പുറത്താണ് കേട്ടോ. ഈ വെയിലൊക്കെ നല്ല വേനൽക്കാലം ആകുമ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പം മൊത്തം വെള്ളം നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ കുത്തി ഒലിച്ചാണ് കേട്ടോ വെള്ളമൊക്കെ വരുന്നത്. ഗേസ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഗേസ്. താങ്ക് യു.